ദൈവവചനം എല്ലാം കേൾക്കുന്നുണ്ട്, പ്രമാണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഈ ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്ന, ദൈവവചനം വെളിപ്പെടുത്തുന്ന, പറയുന്ന ഈ ദൈവത്തിലേക്ക് നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുന്നില്ല. You are not coming to me. എന്നെ ഒന്ന് അറിയുവാൻ, ഞാൻ ആരാണെന്നൊന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ, ഞാനുമായി ഒരു സ്നേഹബന്ധത്തിൽ ഒന്ന് സമയം ചെലവഴിക്കുവാൻ. ബുദ്ധിയുടെ തലത്തിൽ വചനം നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല, നാം സമയം ചെലവിടുന്നില്ല. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നില്ല. എന്റെ അടുക്കൽ വന്നാൽ എന്താ സംഭവിക്കുന്നത്? നിത്യജീവന്റെ ചലനങ്ങൾ നിങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 2026 ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ ഒരു വർഷമാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രാവചനികമായ ആ ദൂത വചനം. 2026 is a year. അക്കാലം ഉയർത്തി നമുക്ക് പറയാം, അംഗീകരിച്ച് പറയാം, നാം എന്ത് അംഗീകരിക്കുന്നു? Whatever we acknowledge, that becomes our experience. Hallelujah. Confession precedes the possession. നാം എന്ത് ഏറ്റു പറയുന്നു അത് നമ്മുടെ അനുഭവമായി തീരും. As a spiritual law, അതൊരു ആത്മീയ തത്വമാണ്. അതുകൊണ്ടാണ് പാസ്റ്റർ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. നാം എന്ത് ഏറ്റു പറയുന്നുവോ, whatever we confess, that we possess. നമുക്കത് പറയാം, whatever I confess again and again and again, and I will possess that. Hallelujah. നാം എന്ത് വിതയ്ക്കുന്നു അത് നമ്മ കൊയ്യും. ലോഭമായി നാം വിതച്ചാൽ ലോഭമായി നാം കൊയ്യും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ അവസരങ്ങൾ സ്വന്തം വീണ്ടും പറയുമ്പോൾ, yes, 2026 is a year of kingdom dominion. പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് ദൈവത്തിന്റെ ആധിപത്യത്തെ കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്ന ഒരു വർഷമാണ്. ഹല്ലേലൂയ. എവിടൊക്കെ പിശാച് വാഴുന്നുവോ, എവിടൊക്കെ നരകത്തിന്റെ ശക്തികൾ വാഴുന്നുവോ, എവിടൊക്കെ അന്ധകാരത്തിന്റെ താല്പര്യങ്ങൾ നടക്കുന്നുവോ, അവിടെയെല്ലാം ദൈവത്തിന്റെ ഹിതത്തെ, സ്വർഗത്തെ കൊണ്ടുവരുവാൻ, സ്വർഗത്തെ എന്റെ ഊരിൽ, യേശുവിന്റെ ഊരിനെ എന്റെ ഊരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ. ഇത് നീ ചെങ്ങിന്റെ ഊരല്ല. പാസ്റ്റർ വീണ്ടും പറയുന്ന പോലെ ഇത് ചെങ്ങിന്റെ ഊര് കട്ടായി, അത് യേശുവിന്റെ. ഇത് ശാപം പിടിച്ചൊരു ഊരെന്നാ അറിയപ്പെടുന്നത്. ഇവിടെ ഒന്നും വളരത്തില്ല, ഇവിടെ ഒന്നും പുരോഗമിക്കത്തില്ല, ഇവിടെ ഒന്നും ഉയരത്തില്ല എന്നാണ് ഇതിന്റെ ആത്മമണ്ഡലത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചരിത്രം മാറ്റി. അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച എന്ത് ചെയ്തു? അതിന്റെ ചരിത്രം മാറ്റി. വളരാത്തടുത്ത് നാം വളർന്നു. ചെങ്ങന്നൂരിൽ മാത്രമല്ല, ഭാരതത്തിന്റെ 12 സ്റ്റേറ്റുകളിൽ, രാജ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവിക അഭിഷേകവും ദൈവിക ആധിപത്യവും ഇവിടെ ഒന്നും വളരത്തില്ലെന്നാ പറയുന്നത്. പക്ഷേ അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച അതിനെ കട്ട് ചെയ്തു. നാം വളരുന്ന ഒരു സഭയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒന്നും പരക്കത്തില്ല. ഇതിന്റെ മേൽ പിശാച് എഴുതിയിരിക്കുന്ന ശാപവാക്ക്, സ്തോത്രം, യബ്ബേസ് അതിനെ മുറിച്ചതുപോലെ ദൈവത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാസ്രജിത്തും കൂട്ടരും ഗിദെയോന്റെ സൈന്യവും അമാലേക്കിന്റെ മിദ്യാനിയ ശക്തികളെ കട്ട് ചെയ്തതുപോലെ അങ്ങനെ ഉള്ള ഒരു കൂട്ടം. ഇത് പാസ്രജിത്തിന്റെ മിടുക്കല്ല, ഇത് സുമാബാസിന്റെ മിടുക്കല്ല, ജോർപാസിന്റെ മിടുക്കല്ല. എന്നോട് ചേർന്ന് നിങ്ങളത് വിശ്വസിച്ച് കരമൊന്ന് അടിക്കുമോ നിങ്ങളൊരു ഫയർ ആകും. പാസ്റ്റർ പറയുന്ന പോലെ വചനം മാത്രമല്ല, ഇത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. മാന്റിലുകളാണ്. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പുതപ്പുകൾ എറിഞ്ഞതുപോലെ പുതപ്പുകൾ എറിയുക. നീ ഒരു ഫയർ ആകും. യബ്ബേസിന്റെ മേൽ ക്ഷാമമാണ് കിടക്കുന്നത്, വേദനയുടെ പുത്രനാണ്, അടഞ്ഞു കിടക്കുകയാണ്, ഉയരുവാൻ സാധ്യതയില്ല. പക്ഷേ യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചു. ഹല്ലേലൂയ. യബ്ബേസിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു കൂട്ടമാണെന്ന്. അവൻ കൂട്ടുകാരിൽ മാന്യനായി തീർന്നു. മാനാറിൽ സ്വന്തം ദൈവം നൽകിയ ദൈവത്തിന്റെ ദൂതാണ് തോമസങ്ങളുടെ നിലമാൻഡിയുടെ വീട്ടിൽ. നിന്നെ പിടിച്ചൊതുക്കുവാൻ കഴിയുകയില്ല. നീ വന്നു ചേർന്നിരിക്കുന്ന ഈ കൂട്ടത്തിന്റെ പ്രത്യേകത എന്താ? നിന്നെ പിടിച്ചു വെക്കാൻ നോക്കിയാ നീ അതിനെ പൊളിക്കും. നിന്നെ ബന്ധിക്കാൻ നോക്കിയാ നീ അതിനെ ബന്ധിക്കും. നിന്നെ ചവിട്ടിച്ചാൽ നീ അതിനെ. നിന്നോട് നിന്റെ ഉള്ളിൽ ബലത്തോട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വല്ലഭത്വം തിരിച്ചറിഞ്ഞ ഒരു ദൈവസഭ. ഹല്ലേലൂയ. മാൻപേയുടെ കാലുകളെ പോലെ ദുർഘടമായ മലകളിൽ ചാടി കുതിക്കുവാൻ നൈപുണ്യം പ്രാപിച്ച കാലുകളാണ്. എത്ര കൊടുങ്കാറ്റുകൾ പിശാച് ആഞ്ഞടിച്ചാലും കൊടുങ്കാറ്റുകളെ എന്ന് പറയുവാൻ അലറുന്ന ഒരു അഭിഷേകമാണ്. എന്തെങ്കിലും കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉയർന്ന് ആഞ്ഞടിക്കുന്നെങ്കിൽ കരമൊന്ന് ഷൂട്ടി എന്ന് പറയാം. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഭയപ്പെട്ട് പേടിച്ചു പോയപ്പോൾ, നിരാശപ്പെട്ടപ്പോൾ അതിന് മധ്യത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. വിളിച്ചു പറയുക, കടലേ ശാന്തമാകാ. കൊടുങ്കാറ്റിനോട് നോക്കി പ്രിയപ്പെട്ടവരെ, എവിടേക്കോ നിന്റെ ജീവിതത്തിൽ പൈശാചിക കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. പടക് മുക്കി ശിഷ്യന്മാർ വ്യാകുലപ്പെട്ട് പേടിച്ച്, അയ്യോ യജമാനെ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഗുരു നശിച്ചു പോകുന്നു എന്ന് ചിന്തിച്ച അങ്ങനെയുള്ള അനുഭവം, ക്രൈസിസിനെ, ട്രാജഡികളെ ദൈവത്തിന്റെ ജയം കൊണ്ട്, ഡൊമീനിയൻ കൊണ്ട് ജയിച്ചവനാണ്. സകലത്തിന്മേലും ദൈവത്തിന്റെ ഗലീനെ, ദൈവത്തിന്റെ സമാധാനം. ഹല്ലേലൂയ. ചെങ്ങിന്റെ ഊരിലല്ല, വെൽക്കം ടു യേശുവിനൂർ. ഹല്ലേലൂയ. വെൽക്കം ടു യേശുവിനൂർ. ഇവിടെ എല്ലാം കിളിക്കും, ഇവിടെ എല്ലാം വളരും, ഇവിടെ എല്ലാം ഉയരും.
ശാപങ്ങൾ അനുഗ്രഹത്തിന്റെ കുന്നുകളായി മാറും. കണ്ണുനീരിന്റെ താഴ്വരകൾ അത് ബെരാക്കയുടെ കുന്നുകളായി. അങ്ങനെയുള്ള ഒരു സമയമാണ്, അങ്ങനെയുള്ള ദൈവ ശബ്ദമാണ്, അങ്ങനെയുള്ള ഒരു ഘോഷമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടിയല്ല. നെഹെമ്യാവ് പറഞ്ഞതുപോലെ, അയ്യോ ജനമേ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി എഴുന്നേറ്റ് നിങ്ങളൊന്ന് യുദ്ധം. ഹല്ലേലൂയ. ഇന്ന് വ്യക്തി ജീവിതങ്ങളുടെ സ്ഥിതിഗതികൾ മാറുക എന്നല്ല, ആരാധനയിൽ, സ്തുതിയിൽ, ഈ ആർപ്പിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആത്മമണ്ഡലങ്ങൾ മാറുകയാണ്. ഹിന്ദി ഭാइयों बहनों, अपने हाथों को जोरदार तालियों के साथ यीशु महाराजा की, यीशु महाराजा की. ഹല്ലേലൂയ. ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യേശുവിന്റെ. ആമേൻ. ഹല്ലേലൂയ. പിശാചിന്റെ കടകൂട്ടിൽ തെറ്റി അവൻ ലജ്ജിച്ച് അവമാനപ്പെട്ട് ഓടുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. അതിനാണ് അപ്പോസ്തലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനെ ദൈവം ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇതിനെ അടയ്ക്കുവാൻ നരകത്തിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. ഇത് മനുഷ്യനാൽ സ്റ്റാർട്ട് ചെയ്തതല്ല, ഇത് ദൈവത്താൽ ഉളവായതുകൊണ്ട്. ഹല്ലേലൂയ. ഇതിനെ, ഈ വേദിയെ കാക്കുന്നത് മനുഷ്യരല്ല, ഈ വേദിയെ കാക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ ദൂതന്മാരാണ്. പാസ്റ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനെ കാക്കുന്ന ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. I have released my angels. അതുകൊണ്ട് ആലയത്തിന്റെ നന്മ കൊണ്ട് ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? തൃപ്തിപ്പെടും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഓ ജീസസ്. ആമേൻ. അതുകൊണ്ട് ഈ ദൈവിക ആധിപത്യത്തിൽ നിന്ന് ഓരോ വെളിപ്പാടുകൾ, ഉപദേശ സത്യങ്ങൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രദാനം ചെയ്യുകയാണ്. ഈ വചനമൊക്കെ നമ്മളൊന്ന് ഏറ്റെടുത്ത് നമ്മുടെ ലൈഫിൽ അതൊന്ന് ധ്യാനിച്ച് അത് വീണ്ടും നമ്മളൊന്ന് അയവിറക്കി അതിൽ നടക്കുവാൻ, പ്രായോഗികമായി പ്രാക്ടിക്കലായി നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ you begin to walk kingly dominion. ഒരു രാജാവിനെ പോലെ. ഹല്ലേലൂയ. ഭൂമിയിൽ സാഹചര്യങ്ങളുടെ മീതെ വാഴുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ പിടിച്ചടക്കുന്ന ഒരു വ്യക്തിയായി. ആമേൻ. ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന ദൂത് ഇന്റിമസി, the pathway to dominion. ദൈവത്തോടുണ്ടായിരിക്കുന്ന ആ സ്നേഹം, ആ അടുപ്പം, അതൊരു വഴിയാണ്, അതൊരു പാതയാണ് ദൈവിക ആധിപത്യത്തിലേക്ക് നടക്കുവാൻ. സോ intimacy, a pathway to kingdom. ആ ദൈവിക ആധിപത്യത്തിലേക്ക് എത്തണമെങ്കിൽ, അവിടേക്ക് നമുക്ക് കയറണമെങ്കിൽ അതിന്റെ ഒരു വഴിയാണ്, ഒരു ഹൈവേ ആണ്, ഒരു പാത്വേ ആണ് ഇന്റിമസി. ദൈവത്തോടുണ്ടായിരിക്കുന്ന ആ അടുപ്പം, ആ സഹിത്വം, ആ കൂട്ടായ്മ, ആ സ്നേഹബന്ധം, that union life with God, that union life with Christ. പരിശുദ്ധാത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കുന്ന ആ സ്നേഹം, സ്നേഹിതനായ ഒരു ദൈവത്തെ, സ്നേഹിതനായ കർത്താവിനെ, സ്നേഹിതനായ പരിശുദ്ധാത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കുന്ന. Wow. Hallelujah. Intimacy is the pathway to dominion. Hallelujah. ദാനിയേൽ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം, അതിന്റെ 2-ാമത്തെ ഭാഗം നമുക്കൊന്ന് വായിക്കാം. The book of Daniel chapter 11 verse 32, the latter part. The people who know their God will display strength and take action. The people who know their God shall be strong and do great exploits. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. The people who know their God shall be strong. ദൈവത്തെ ഇന്റിമേറ്റ് ആയി, അടുപ്പത്തിൽ അറിയാവുന്ന ജനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ബൈ പ്രൊഡക്റ്റ് എന്താണ്? നമുക്ക് ദൈവത്തെ അറിയാം എന്നുള്ള അതിന്റെ ഒരു റിസൾട്ട് എന്താണ്? ദൈവം എൽ ഷദായി ആയിരിക്കുന്ന സ്ട്രോങ് ഗാഡ്, സ്ട്രോങ് പീപ്പിൾ. ദൈവം എങ്ങനെ സ്ട്രോങ് ആയിരിക്കുന്നു, എൽ ഷദായി ആയ ശക്തിശാലിയായിരിക്കുന്ന ദൈവമാണോ, അതുപോലെ ദൈവത്തിന്റെ ജനവും എങ്ങനെയായിത്തീരും? The people who know their God shall be. ആ സിംഹത്തെ പോലെ നീയും സ്ട്രോങ് ആയി. നമുക്കൊന്ന് ഏറ്റ് പറയാം. Hallelujah. Intimacy is a pathway to be strong and to do exploits. Dominion, doing exploits. Dominion എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് വേണ്ടി വലിയ വിപ്ലവങ്ങളെ, എക്സ്പ്ലോയിറ്റുകളെ ചെയ്തെടുക്കുന്നത്. The people who know their God shall be strong and carry out great exploits. Hallelujah. No എന്ന് പറഞ്ഞൊരു വാക്ക് എബ്രായ ഭാഷയിൽ no എന്ന് പറഞ്ഞാൽ യാദാ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ദൈവത്തെ അറിയുന്ന ജനം അല്ലേ? പലപ്പോഴും നമുക്ക് ദൈവത്തെ കുറിച്ച് ഒത്തിരി അറിയാം. We'll know a lot about God. ദൈവത്തെ കുറിച്ച്, ദൈവം അങ്ങനെയാണ്, ദൈവം നല്ലവനാണ്, ദൈവം സൗഖ്യമാക്കുന്നവനാണ്, ദൈവം യഹോവ ഈരയാണ്. നമുക്ക് ദൈവത്തെ കുറിച്ച് ഒത്തിരി അറിയാം. നോയിങ് അബൌട്ട് ഗോഡ് വേഴ്സസ് നോയിങ് ഗോഡ് ഒത്തിരി വ്യത്യാസമുണ്ട്. സഭായോഗങ്ങളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബുകളിൽ നമ്മൾ മെസ്സേജുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കുറിച്ച് ഒത്തിരി അറിവ് ലഭിക്കും. We can know a lot about God. പക്ഷേ ദൈവത്തെ കുറിച്ച് ഒത്തിരി ബുദ്ധിപരമായ, ഇന്റലക്ച്വലായ, അക്കാഡമിക്കലായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നില്ല. Intimacy is to know God. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നത് ഈ നല്ലവനായ വല്ലവനായ ദൈവത്തെ, ഈ സ്നേഹവനായ പിതാവിനെ, ഈ ദൈവത്തെ
നാം അറിയണം എന്ന് പറഞ്ഞേ. The people who know about God will be strong എന്നല്ല, the people who know God. ദൈവത്തെ അറിയുന്ന ജനം. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും, കർത്താവേ എനിക്ക് അറിയണം, എനിക്ക് അങ്ങേ അറിയണം, എനിക്ക് അങ്ങേ അറിയണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറിയണം എന്ന് പറഞ്ഞ വാക്ക്, നോ എന്ന് പറഞ്ഞ വാക്ക് എബ്രായ ഭാഷയിൽ യാദാ എന്നൊരു വാക്കാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്തോത്രം, ആദാം തന്റെ ഭാര്യയെ അറിഞ്ഞു. Adam knew Eve his wife. knew, ആ വാക്ക് അറിഞ്ഞു ഇല്ലേ, മലയാളത്തിൽ വായിക്കാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു എന്നാണ് കിങ് ജെയിംസ് വേർഷനിൽ. അറിഞ്ഞു, പരിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ സത്യം, അതിന്റെ മൂലഭാഷയിൽ Adam knew Eve his wife, and she, അവിടെ റിസൾട്ട് ഉണ്ട്. നമുക്ക് ദൈവത്തെ കുറിച്ച് ഒത്തിരി അറിയാമെങ്കിൽ അവിടെ എന്താ, ഒന്നും ജനിക്കുകയില്ല. എനിക്ക് എന്റെ ഭാര്യയെ ദൂരത്തിൽ നിന്ന് അറിയാം. ആദാം തന്റെ ഭാര്യയെ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായ വിവാഹ ബന്ധത്തിൽ അവളോട് ഒരു എക്സ്പീരിയൻസിൽ ഒന്നായി തീർന്നു. അത് ചിന്തയല്ല, അത് സങ്കല്പം മാത്രമല്ല, അത് വികാരം മാത്രമല്ല, ആഴമായ ഒരു ബന്ധത്തിൽ ആദാമും ഔവയും ഏർപ്പെട്ടു, ശാരീരികമായി ബന്ധപ്പെട്ടു. അതിന്റെ റിസൾട്ടാണ് ഒരു കൺസെപ്ഷൻ. ഒരു കുഞ്ഞ് ഔവയുടെ ഉദരത്തിൽ ജനിച്ചു, കായൻ ആദ്യത്തെ പുത്രൻ. ദൈവത്തെ അറിയുന്ന ജനം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആദം ഔവയെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഉപയോഗിച്ച എബ്രായ വാക്ക് യാദ എന്ന് പറഞ്ഞാൽ എന്താ, അനുഭവിച്ച് അറിഞ്ഞു എന്ന് പറഞ്ഞ്, അനുഭവിച്ച് അറിഞ്ഞു. യാദ മീൻസ് ടു ഇന്റിമേറ്റ്ലി നോ. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നമ്മളൊരു വ്യക്തിയെ അറിയുന്നതാണ് ഇസ് ടു നോ ഗാഡ്. ദൈവത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞു. ഇതുപോലെ ദൈവത്തെ അനുഭവിച്ച് അറിയണം. Not just knowing. It is intimate experiential knowing. ദൈവത്തെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അനുഭവിച്ച്. ആമേൻ. അങ്ങനെ ദൈവത്തെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വാക്യത്തിൽ പരീക്ഷന്മാരും സദുക്കരും ഒക്കെ അവര് ദൈവത്തിന്റെ വചനത്തെ, പഴയ നിയമത്തിലോട്ട് ന്യായ പ്രമാണത്തൊക്കെ നല്ലോണം പഠിച്ചവരാണ്. അവർ ദൈവവചനവും നല്ല രീതിയിൽ അറിയാവുന്നവരാണ്. പക്ഷെ അറിവ് ഉപരിതലത്തിൽ ഒരു അറിവായി. You search the scriptures, for in them you think you have eternal life, but they are that which testify of me. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെ, ദൈവവചനത്തെ നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന്, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. നിങ്ങൾ നിരൂപിക്കുന്നു എന്ന് അവ എനിക്ക് സാക്ഷ്യം പറയും. അതെ, ഈ വചനം എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന വചനമാണ്. അപ്പോൾ വചനം ദൈവമാണ്, വചനം ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ ഈ വചനത്തിന്റെ പിന്നിൽ ഒരു വ്യക്തിയും വ്യക്തിത്വമുണ്ട്. സദൂക്യരും പരീക്ഷരും ഇന്ന് തിയോളജിക്കൽ കോളേജുകളിൽ, ബൈബിൾ കോളേജുകളിൽ ഉന്നതമായ പ്രൊഫസേഴ്സും വള്ളിമുള്ളി തെറ്റാതെ ഹീബ്രുവും ഗ്രീക്കും അരാമിക്കും ഒക്കെ നല്ലോണം അറിയാവുന്ന, ദൈവത്തിന് ഒത്തിരി അറിയാവുന്ന ജനത്തിന് അവർക്ക് ദൈവത്തെ കുറിച്ച് ഒത്തിരി അറിയാം. പക്ഷെ അവർക്ക് ദൈവത്തെ വാസ്തവമായി ഞങ്ങൾ അവനെ തൊട്ടു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ, ഞങ്ങൾ അവനെ എന്ത് ചെയ്തു? ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ അറിഞ്ഞു, ഞങ്ങൾ അവനെ അടുത്ത് നിന്ന് ഞങ്ങൾ അവനെ അറിഞ്ഞു, ഞങ്ങൾ അവനെ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച് അറിഞ്ഞു. ആ വചനം നമ്മൾ വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ദൈവവചനം കേൾക്കുന്നുണ്ട്, പ്രമാണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഈ ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്ന, ദൈവവചനം വെളിപ്പെടുത്തുന്ന, പറയുന്ന ഈ ദൈവത്തിലേക്ക് നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുന്നില്ല. You are not coming to me. എന്നെ ഒന്ന് അറിയുവാൻ, ഞാൻ ആരാണെന്നൊന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ, ഞാനുമായി ഒരു സ്നേഹബന്ധത്തിൽ ഒന്ന് സമയം ചെലവഴിക്കുവാൻ. ബുദ്ധിയുടെ തലത്തിൽ വചനം നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? യേശു പറയുക പരീക്ഷന്മാരോടും സദൂക്യരോടും, വചനം അറിയായിരുന്നെങ്കിൽ, വചനം നിങ്ങൾ ഗ്രഹിച്ചുവെങ്കിൽ ദൈവം അയച്ച മെശിഹയെ നിങ്ങൾ തിരിച്ചറിഞ്ഞേനെ. അറിയാതെ പോയതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ദൈവത്തെ വേണ്ടതുപോലെ അറിവില്ല. ദൈവത്തിന്റെ വചനത്തെ ഒത്തിരി അറിയുന്ന ജനം ദൈവത്തെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല, നാം സമയം ചെലവിടുന്നില്ല, നാം അവന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ വചനവുമായി നാം സമയം ധ്യാനിച്ച്, വചനത്തിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടുവാൻ, വചനത്തിൽ നിന്ന് ഒരു പ്രബോധനം കിട്ടുവാൻ, വചനത്തിൽ നിന്ന് നമുക്കൊരു ഉത്തേജനം കിട്ടുവാൻ, വചനത്തിൽ നിന്ന് ഒരു തത്വം പഠിച്ചിട്ട് ഹല്ലേലൂയ, അതെല്ലാം ആവശ്യമാണെങ്കിൽ തന്നെ we must meet with the person of God. ദൈവത്തെ കാണുവാൻ, വ്യക്തിത്വമായിരിക്കുന്ന ഈ ദൈവത്തെ, യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നില്ല. എന്റെ അടുക്കൽ വന്നാൽ എന്താ സംഭവിക്കുന്നത്? നിത്യജീവന്റെ ചലനങ്ങൾ നിങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ഉറച്ചു നിൽക്കും. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഡാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. Intimacy is the pathway to dominion. ദൈവിക ആധിപത്യത്തെ, സ്വർഗത്തിന്റെ ഹിതത്തെ, സ്വർഗത്തിന്റെ ഇഷ്ടത്തെ ഭൂമിയിൽ കൊണ്ടുവരണമെങ്കിൽ, ദേശങ്ങളിൽ കൊണ്ടുവരണമെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തോടുണ്ടായിരിക്കുന്ന
ഈ സ്നേഹബന്ധം, come on somebody say that love relationship, that deep intimate knowing and union with God. എന്തെങ്കിലും പ്രാപിക്കുവാനല്ല, എന്തെങ്കിലും കിട്ടുവാനല്ല, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ എബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് പറയുകയാണ്, എബ്രഹാമേ, നിന്റെ പിതൃഭവനത്തിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്ന് നീ പുറപ്പെട്ടു വാ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും. ഒത്തിരി വാഗ്ദത്തങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങളും, ഞാൻ നിങ്ങൾക്ക് ദേശങ്ങളെ തരും, വലിയ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, മക്കളെ തരും, തലമുറകളെ തരും, സ്വന്തം ദേശം തരും, ദേശത്തിന് നന്മ തരും. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് എടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ ശേഷം എബ്രാഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത്, യഹോവയുടെ അരുളപ്പാടുണ്ടായത്, അബ്രാമേ ഭയപ്പെടേണ്ട, എബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതെ, വാഗ്ദത്തങ്ങൾ നിനക്ക് ഒത്തിരി തരാം, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. പക്ഷെ നിന്റെ ഫോക്കസ് നന്മയായിരിക്കരുത്, അനുഗ്രഹമായിരിക്കരുത്, ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആ അഭിവൃദ്ധി ആയിരിക്കരുത്, ആ അനുഗ്രഹമായിരിക്കരുത്. നിന്റെ ഫോക്കസ് ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ആ കരമുയർത്തി പറയാം. ഇന്ന് എബ്രഹാമിനോട് സംസാരിക്കുന്ന പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ദൈവിക ആധിപത്യത്തിൽ നിങ്ങൾക്ക് വിജയകരമായി നടക്കണമെങ്കിൽ ദൈവത്തെ അറിയണം പ്രിയപ്പെട്ടവരെ. ആദാം അവ്വേ ഒരു പുരുഷൻ തന്നെ ഭാര്യ അറിയുന്ന പോലെ, ഹല്ലേലൂയ, അവിടെ സമയം വേണം, അവിടെ ഇന്റിമേറ്റ് ആകണം, അവിടെ ഒത്തിരി സമയം ദൈവസന്നിധിയിൽ നാം ചിലവഴിക്കണം. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ജഡമാകുന്നവരെ പരിശുദ്ധാത്മാവിന് നാം അനുവാദം കൊടുക്കണം. അതിന് പ്രാർത്ഥന ആവശ്യമാണ്, അതിന് ഉപവാസങ്ങൾ ആവശ്യമാണ്, സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ നാം മുട്ടുമടക്കേണ്ടത് ആവശ്യമാണ്. That's the way, that's the place of knowing God. Hallelujah. ദൈവത്തിന്റെ അറിവ് നമ്മെ ചീർക്കും. The knowledge of the word will only puff us up. അവിടെ ലൈഫിന്റെ മാനിഫെസ്റ്റേഷൻ കുറവായിരിക്കും. എബ്രഹാം മനസ്സിലാക്കുക, ദൈവമേ, അതെ, എനിക്ക് ഇസ്ഹാക്കിനെ തരും, വാഗ്ദത്തം തരും, എനിക്ക് ദേശം തരും, ജാതികളുടെ പിതാവ് വലിയ പേരാക്കും, എന്നിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടും, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ God, നീയാണ് എന്റെ അതിമഹത്തായ. രണ്ട് കരം ഉയർത്തി ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഫോക്കസ് വാഗ്ദത്തങ്ങളിൽ നിന്നും പ്രോമിസുകളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുമെന്നും നമ്മുടെ അനുഗ്രഹങ്ങളിൽ നിന്നും അഭിവൃദ്ധിയിൽ നിന്നും എല്ലാം ഒന്ന് മാറ്റി ദൈവത്തിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകളെ ഒന്ന് പതിപ്പിക്കുകയാണ്. God is calling us to himself. I am. ദാനിയേലിന്റെ പുസ്തകം 11-ാമത്തെ വാക്യം. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ ഉറച്ചു നിന്ന്, ഹസാക്ക് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ദൈവത്തെ അറിയാവുന്ന ജനം അവർ ഉറച്ച്. The people who know their God shall be strong. ഹസാക്ക്, strong ഹസാക്ക്. അതിന്റെ അർത്ഥം they will be courageous. ദൈവത്തെ അറിയുന്ന ജനത്തിന്റെ പ്രത്യേകത എന്താ? അവർ സ്ട്രോങ് ആണ്, they are courageous, they are firm, they are resolute, they will prevail, they are bold, they are resilient. എബ്രായ ഭാഷയിൽ ഹസാക്ക് അതിന്റെ അർത്ഥം അവര് courageous, അവര് ഭയങ്കര ധൈര്യശാലികളാണ്, ഉറപ്പുള്ളവരാണ്. കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ അവർ പതറിപ്പോകുന്നവരല്ല, വിഷയങ്ങൾ വരുമ്പോൾ അവർ ചഞ്ചലിച്ചു പോകുന്നതല്ല. ദൈവത്തെ അറിയുന്ന ജനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ക്ഷാമകാലത്തും സമൃദ്ധിയുടെ കാലത്തും നമുക്ക് ഉറപ്പും ധൈര്യമൊന്നും ഇല്ലാത്തതിന് കാരണം എന്താ? ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ആടി ഉലയാൻ കാരണം എന്താ? നമ്മുടെ വിശ്വാസ ത്യാഗം ചെയ്യാൻ കാണും, പിന്മാറി പോകുന്നതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ പെട്ടെന്ന് നിരാശപ്പെട്ട് സ്തോത്രം അതിൽ നിന്ന് പൊങ്ങുവാൻ കാരണം അതിന് കാരണം നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ ദൈവത്തെ അറിയുന്നില്ല. അവൻ ആരാണെന്നും, അവൻ ഉടമ്പടികളുടെ ദൈവമാണെന്നും, അവൻ വാക്ക് മാറാത്തവനാണെന്നും, അവൻ ആൽഫയും ഒമേഗയാണെന്നും, അവൻ എൽ ശദ്ദായ് ആണെന്നും, അവൻ യഹോവ ഈരയാണെന്നും, നല്ല പിതാവാണെന്നും നാം അറിയുന്നില്ല. നമുക്കത് പറയാം, God, I want to know you. പൗലോസിന്റെ പ്രാർത്ഥന അതല്ലായിരുന്നു? ഫിലിപ്പിയർക്ക് 3-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് അതിന്റെ 12-ാം വാക്യം വരെ ദൈവത്തെ അറിയുക. അതിന്റെ അർത്ഥം ദൈവത്തെ ആഴമായി അനുഭവിച്ച് എക്സ്പീരിയൻഷ്യലായി ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവത്തോടുണ്ടായിരിക്കുന്ന ഒരു സ്നേഹബന്ധവും ഒരു തിരിച്ചറിവും. ഫിലിപ്പിയർക്ക് 3-ാം അധ്യായം 8-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ആ ഹൃദയം നമുക്കൊന്ന് നോക്കാം. അത്രയുമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഞാൻ എല്ലാം, എന്റെ കുടുംബ പശ്ചാത്തലം, ഞാൻ എബ്രായനാണ്, ഞാൻ ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്, നീതി സംബന്ധിച്ച് ഞാൻ അനന്യനാണ്, എനിക്ക് ഗർവിക്കുവാൻ അഹങ്കരിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ യേശുവിനെ കണ്ടുപിടിച്ചു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ഞാൻ യേശുവിനെ കണ്ടു. അതുകൊണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ടും എന്റെ വിദ്യാഭ്യാസവും എന്റെ പഠിത്തവും എന്റെ തീക്ഷ്ണതയും അതിനെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ദൈവത്തിന്റെ നീതിയെ കുറിച്ചുള്ള ഒരു ബോധ്യമുള്ളവർ അവരെങ്ങനായി തീരും? നീതിബോധമുള്ള ഒരു വ്യക്തി. വിശ്വാസത്താൽ എന്റെ നീതിമാൻ കാൽവരി ക്രൂശിൽ യേശുവിലൂടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ നീതിയെ കുറിച്ചുള്ള ഒരു ബോധ്യമുള്ളവർ അവർ സിംഹങ്ങളെ പോലെ അവർ ഗർജിക്കുവാൻ ഇടയായിത്തീരും. അപ്പോ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ വിദ്യാഭ്യാസം, എന്റെ കുടുംബ മഹിമ, എന്റെ കുടുംബ പശ്ചാത്തലം, ഞാനൊരു യഹൂദനാണ്. പറയാനും ഗർവിക്കുവാനും ഒക്കെ ഒത്തിരി പോയിന്റുകൾ ഉണ്ടെങ്കിലും അതിലൊന്നും ഞാൻ ആശ്രയിക്കുന്നില്ല. ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകലതും ചപ്പുന്നും ചവർന്നും എണ്ണുന്നു. യെസ്, അടുത്ത വാക്യം.
ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്നുവെച്ചും പൗലോസിന്റെ നോക്കിയേ സ്തോത്രം. അപ്പോസ്തലൻ എന്തുവായത്? ദൈവത്തെ അറിഞ്ഞില്ല ഇതുവരെ. സഭകളെ സ്ഥാപിച്ചവൻ, ദേശങ്ങളെ കിഴുകളെ വിറപ്പിച്ചവൻ, അഭിഷേകത്തിന്റെ ആഴം ഡിസ്പ്ലേ ചെയ്തവൻ, ലേഖനങ്ങൾ എഴുതിയവൻ, മരണത്തെ വെല്ലുവിളിച്ചവൻ, സഭകളെ സ്ഥാപിച്ചവൻ, ഒരു ആത്മീയ പിതാവായിരിക്കുന്നവൻ, അനേക പുത്രന്മാരെ ജനിപ്പിച്ചവൻ. പൗലോസിന്റെ ഹൃദയം നോക്കി, that I may know him. ആ പ്രാർത്ഥന, ആ വാഞ്ച, ആ ആഗ്രഹം, that I may know him. I may know him. എനിക്ക് ഈ കർത്താവിനെ അറിയണം, ഈ ദൈവത്തെ അറിയണം. Hallelujah. അതിനർത്ഥം എന്താ? അവന്റെ പുനരുത്ഥാന ശക്തിയെ, the power of his resurrection, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ ജീവനെ, പുനരുത്ഥാന ജീവനെ, പുനരുത്ഥാന ശക്തിയെ, പരിശുദ്ധാത്മാവിനെ എനിക്കൊന്ന് അറിയണം. ഭൂമിയെ സ്വർഗമാക്കി മാറ്റുവാൻ യേശു കാൽവറിയിൽ കൊടുത്തിരിക്കുന്ന ആ യാഗത്തിന്റെ വില, ആ വേദനകൾ, പുനരുത്ഥാന ശക്തിയെയും ജീവനെയും അറിയണമെന്ന് മാത്രമല്ല, സഭകളെ ഉളവാക്കുവാൻ ദേശശക്തികളെ, പൈശാചിക പ്രധാനികളെ പോരാടുമ്പോൾ, അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, സുവിശേഷ വേലയും ദൈവരാജ്യത്തിന്റെ അത് എളുപ്പമുള്ളതല്ല. അവിടെ കഷ്ടതകളുണ്ട്, പീഡനങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, തിരസ്കരണങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, ജയിലുണ്ട്, അടിയുണ്ട്. അപ്പോൾ സുവിശേഷ നിമിത്തം, ദൈവരാജ്യ നിമിത്തം നേരിടുന്ന ഒത്തിരി ഹൈ പോയിന്റുകൾ മാത്രമല്ല. കൂട്ടമായ അഭിഷേകം വെളിപ്പെട്ടു, കൂട്ടമായി രോഗികൾ സൗഖ്യമായി, കൂട്ടമായി ജനം മനസ്സാന്തരപ്പെട്ടു, വലിയ ഉണർവ് വെളിപ്പെട്ടു. അത് മാത്രമല്ല, ഫിലിപ്പായിൽ പൗലോസിനെ സിലാസിനെ ജയിലിൽ പിടിച്ചിട്ടു, അടിച്ചു, തല മുതൽ കാല് വരെ സ്തോത്രം രക്തം വാർന്നു പോകുകയാണ്, മുൾപ്പെടുകയാണ്. സഹോദരന്മാർ, കൂട്ടുവേലക്കാർ ഒറ്റിക്കളയുകയാണ്. പൗലോസ് കാരാഗ്രഹത്തിലാകുമ്പോൾ അത് അവന്റെ കയ്യിലിരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് ദുർവ്യാഖ്യാനം കൊണ്ടുവരികയാണ്. വേദനകളുടെ മധ്യത്തിലും പൗലോസ് പറയുക, എനിക്ക് അവൻ അറിയണം. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആ കരകളെ പ്രിയപ്പെട്ടവരെ, ദൈവിക വാഴ്ച നടത്തണമെങ്കിൽ, ദേശങ്ങളെ കുലുക്കണമെങ്കിൽ, ഉണർവുകളെ ജനിപ്പിക്കണമെങ്കിൽ, അങ്ങനെ ദൈവത്തെ നാം അറിയണം. ചിലതിനെ ജനിപ്പിക്കുവാൻ നാം ദൈവത്തെ അറിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആദമും അവയും കൈ കൊടുത്തപ്പം അങ്ങനെയാണോ ആ കുഞ്ഞ് ഉരുവായത്? അവയുടെ ഉദരത്തിൽ അല്ല. There was a deep contact. There was deep intimacy. ദൈവത്തിൽ നിന്ന് ചിലത് ജനിക്കണമെങ്കിൽ it happens in the secret place. ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കുന്ന നാം ഒറ്റയ്ക്ക് ചെലവിടുന്ന സമയങ്ങൾ, ദൈവസഭ ഒരുമിച്ച് കൂടി വന്ന് ഒരുമിച്ച് ഒരുമനപ്പെട്ട് അവിടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് റീതോ പ്രാർത്ഥനകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ വിലക്ക് വന്നപ്പോൾ, നീ യേശുവിന്റെ നാമത്തിൽ അശേഷം നിങ്ങൾ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും തന്റെ കൂട്ടത്തിലേക്ക് വന്നു. അവർ ദൈവസഭ ഒരുമിച്ച് കൂടി വന്നു, അവർ ഒരു മനപ്പെട്ടു. പിന്നെ അവർ ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തോട്, ഉടമ്പടികളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പ്രവചന ശബ്ദത്തെ എടുത്ത് അവർ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവിടെ വലിയ ഒരു ഉണർവ് വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവരെ കുലുക്കി എന്ന് മാത്രമല്ല, അവർ കൂടിയിരുന്ന ആ മുറിയെ കുലുക്കുവാൻ the people who know the God, ദൈവത്തെ അറിയാവുന്ന ജനം. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പീഠത്തിലേക്ക് ഒത്തിരി പേർക്ക് വരുവാൻ മനസ്സില്ല. അത് ചെലവാണ്. ദൈവസഭ ഒരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ, it's costly. അത് സുഖകരമല്ല. ദൈവത്തെ അറിയുന്ന ജനം അവർ വീര്യം പ്രവർത്തിക്കും, ഉറച്ചു നിൽക്കും. അവർ ഹല്ലേലൂയ ബലത്തോടെ നിൽക്കും. അവർ വീര്യം, they will do exploits. ഇത് എക്സ്പ്ലോയിറ്റുകളുടെ സീസണാണ്. ആമേൻ. Get ready for some exploits. ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ചിലതെല്ലാം നേടിയെടുക്കുവാൻ ദൈവത്തെ അറിയുന്ന ജനം. പൗലോസിന്റെ പ്രാർത്ഥനയാണ്, പൗലോസിന്റെ ആഗ്രഹം പറയുകയാണ്, that I may know him and the fellowship of his suffering. ഫിലിപ്പിയർ 3:10. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടു. മരണത്തോടെ, let everything die in me. മരണത്തോടെ പൗലോസേ, ഇതുവരെ നീ മരിച്ചില്ലേ? മരണത്തോടെ അനുരൂപപ്പെടുവാൻ. I want to walk in that death. എന്റെ സ്വയം, എന്റെ ജഡം, എന്റെ സ്വയചിന്തകൾ, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ താല്പര്യങ്ങൾ, എന്റെ കാഴ്ചപ്പാടുകൾ, that I may be confirmed. എത്ര പേര് അങ്ങനെ ഒന്ന് ദൈവത്തെ അറിയുവാൻ? That's consecration. അതാണ് സമർപ്പണം. When I say nothing of mine. ആർക്കാണ് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ? ഏത് സഭയ്ക്കാണ് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ കഴിയുന്ന? ഏത് കൂട്ടായ്മയ്ക്കാണ്, ഏത് കൂട്ടത്തിനാണ്? അവന്റെ മരണത്തോടെ നീ അനുരൂപപ്പെടാൻ നീ തയ്യാറാണോ? അവന്റെ പുനരുത്ഥാനം നിന്നിലൂടെ വെളിപ്പെടുവാൻ പൗലോസിന്റെ റുമാലുകളിലൂടെ ദൈവശക്തിയുടെ അസാധാരണമായ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദൈവത്തെ അറിയുന്ന ജനം അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക. ഇവിടെ പൗലോസ് പറയുക, എനിക്ക് കർത്താവിനെ അറിയണം. അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം. അവന്റെ കഷ്ടങ്ങളിൽ എനിക്ക് പങ്കാളിയാകണം. അത് നിമിത്തം അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്നതെന്ന് ഞാനൊന്ന് തിരിച്ചറിയണം. അതിൽ എന്നിൽ നിന്ന് ഒന്ന് വെളിപ്പെടണം. അത് എന്നിൽ നിന്ന് ഒന്ന് വ്യാപരിക്കണം. I want to know him and the power of his resurrection. No എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം
ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രീക്കിലാണല്ലോ. നോ എന്ന് പറഞ്ഞ ഗിനോസ്കോ എന്ന് പറഞ്ഞൊരു പദം എന്ന് പറഞ്ഞാൽ അവിടെയും ഇന്റലക്ച്വൽ നോളജ് അല്ല. നമ്മൾ ബുക്കുകൾ പഠിച്ച് മെസ്സേജുകൾ കേട്ട് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമുക്ക് യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഇന്ന് ഇന്റർനെറ്റും യൂട്യൂബും നമുക്ക് ഫേസ്ബുക്കും ട്വിറ്ററും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒത്തിരി മെസ്സേജുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചെടുക്കാം. കേട്ട് പഠിച്ചെടുക്കാം, നല്ലത് തന്നെ, അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അത് ദൈവത്തിന്റെ ഡൊമീനിയനായി ആധിപത്യമായി വെളിപ്പെടുകയില്ല. അത് ആരംഭമാണ്. ഗിനോസ്കോ അതിന്റെ അർത്ഥം എന്താ? ഐ വോണ്ട് ടു എക്സ്പീരിയൻസ്. ആ രണ്ട് കൈ ഒന്ന് കൂട്ടി ഒരു പ്രൊഫറ്റിക് ആക്ട്. കർത്താവേ, എനിക്ക് നിന്നോട് ആഴമായ ഒരു ബന്ധം. ഐ വോണ്ട് ടു നോ യു. ഐ വോണ്ട് ടു എക്സ്പീരിയൻഷ്യലി നോ യു. ഞാൻ നിന്നെ കുറിച്ച് ഒത്തിരി കേട്ടു, എനിക്ക് ഒത്തിരി വചനങ്ങൾ കാണാൻ പാടാം, അറിയാം, ഒത്തിരി പ്രസംഗിക്കാം. നോ 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 നോ, ഞാൻ അതിൽ തൃപ്തില്ല. എനിക്ക് നിന്നെ അറിയണം. I want to know you, God. I want to know you. I want to walk with you. I want to commune with you. I want to experientially know you. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടാം. ഇങ്ങനെ ദൈവത്തോട് ഈ ആഴമായ സ്നേഹബന്ധത്തിൽ, കൂട്ടായ്മയിൽ, ബന്ധത്തിൽ നടന്ന അനേക വിശുദ്ധന്മാർ, ഭക്തന്മാർ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. And Enoch lived 65 years and he begat Methuselah. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്കിന് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും. ഹാനോക്ക് എന്ത് ചെയ്തു? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അതിനർത്ഥം എന്താ? ആഴമായ സ്നേഹബന്ധത്തിൽ, കൂട്ടായ്മയിൽ സംസാരിച്ചും സംസർഗം ചെയ്തും ദൈവം തന്റെ ഹൃദയത്തെ പകർന്നും ദൈവത്തിന്റെ രഹസ്യങ്ങളെ ഹാനോക്കിനോട് പറയുകയും അവർ ഒരുമിച്ച് നല്ല ചങ്കുകളായി, നല്ല കൂട്ടുകാരായി, ആ സ്നേഹബന്ധത്തിൽ നല്ല ഫ്രണ്ട്സായി ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ദൈവവും ഭൂമിയിലുള്ള ഒരു മനുഷ്യനും വലിയ ഒരു സ്നേഹബന്ധത്തിൽ, ഒരു കൂട്ടായ്മയിൽ, ഒരു കൂട്ടിൽ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ നടക്കുകയാണ്. And Enoch walked with God for 300 years. Walk എന്ന് പറഞ്ഞ ആ വാക്കിന്റെ എബ്രായ പദം ഹലാക്ക്. അപ്പോൾ 2 എബ്രായ ഭാഷകൾ പഠിച്ചു, സ്തോത്രം. 3 പഠിച്ചു. യാഥ, ദൈവത്തെ അറിയുക. യാഥ, എക്സ്പീരിയൻസ് ചെയ്ത് അറിയുക. ഹലാക്ക്, ദൈവത്തോട് കൂടെ നടക്കുക, ചേർന്ന് നടക്കുക, ഒട്ടി നടക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ് നടക്കുക, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തോട് സംസർഗം ചെയ്ത് ദൈവത്തിന് തന്റെ രഹസ്യങ്ങളെ താൻ ഭൂമിയിൽ ചെയ്യുവാൻ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ, ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യൻ. Enoch walked with God. പല ട്രാൻസ്ലേഷൻ Enoch faithfully and steadfastly and consistently walked with God. Enoch ദൈവത്തോട് കൂടെ വിശ്വസ്തയോടെ 300 വർഷങ്ങൾ, 365 വർഷം തനിക്ക് ബോധമായ സമയം, ആ സമയം തൊട്ട് ദൈവത്തോട് കൂടെ നടക്കുകയാണ്. 1-2 വർഷങ്ങളല്ല. 65-ാമത്തെ വയസ്സിലാണ് ആര് ജനിക്കുന്നത്? മെത്തുസല എന്ന് പറഞ്ഞ ആ പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? The son of that javelin, അല്ലെങ്കിൽ മരണത്തിന് ഒരു ആയുധമായിട്ടാണ് മെത്തുസല. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രായം ഉള്ള ഒരു മനുഷ്യൻ, പ്രായത്തിൽ മരിച്ച മനുഷ്യൻ, the man who lived for the longest years. ബൈബിൾ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ച മനുഷ്യന്റെ പേരെന്താണ്? മെത്തുസല. 969 വർഷം, 969 years ആണ് മെത്തുസല ജീവിച്ചത്. അപ്പന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ. മെത്തുസല എന്ന് പറഞ്ഞാൽ ഒരു ജാവലിൻ അല്ലെങ്കിൽ ഒരു കുന്തം, ഡാർട്ട് എറിയുന്ന. എന്താണ് ഈനോ തന്റെ മകന്റെ പേര് മെത്തുസല എന്നിടുവാൻ കാരണം? ദൈവത്തോട് താൻ നടന്ന് താൻ വന്നപ്പോൾ ദൈവം തന്നെ കുറിച്ച് തനിക്ക് വെളിപ്പെടുത്തുകയാണ്. ജനം പാപത്തിലാണ് ജീവിക്കുന്നത്. കായന്റെ പരമ്പരകൾ പാപത്തിൽ വീണു. അതിന്റെ മധ്യത്തിൽ ഈനോക്ക് ദൈവത്തെ അറിഞ്ഞു, ദൈവശബ്ദം കേട്ടു, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഇടയായി തീർന്നു. ഈനോക്കെ പാപം പെരുകുന്നു, ജനമധർമ്മത്തിൽ ജീവിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വ്യവസ്ഥകൾ വിട്ട് അവർ പാപത്തിൽ ജീവിക്കുന്നു. പാപം പെരുകുന്നു, മർദ്ദലിപ്പ് പെരുകുന്നു, അനുസരണക്കേട് പെരുകുന്നു, മ്ലേച്ഛതകൾ, ചിന്തിക്കുവാൻ കഴിയാത്ത ലൈംഗിക പാപങ്ങൾ പെരുകുന്നു. ഹാനോക്കേ, എന്റെ ഹൃദയം വേദനിക്കുന്നു, എനിക്ക് മനുഷ്യനെ ന്യായം വിധിക്കേണ്ടി വരും. അപ്പോൾ ഹാനോക്കിനോട് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. എബ്രായർക്ക് 11-ാം വാക്യം വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളുടെ പട്ടികയിൽ ഹാനോക്കിന്റെ പേര് പറയുന്നു. യൂദയുടെ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് താൻ പ്രവചിക്കുന്നു. ആദാമിൽ നിന്ന് 7-ാമത്തെ വ്യക്തിയായി ഹാനോക്ക്. എബ്രായർക്ക് 11-ാം വാക്യം നമുക്ക് വായിക്കാം. By faith Enoch was translated that he should not see death and was not found because God had translated him, for before his translation he had this testimony that he pleased God. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തത് കൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. മരിക്കാതെ, മരണം കാണാതെ, മരണത്തിന്മേൽ ആധിപത്യം നേടിയ ആദ്യത്തെ വിശുദ്ധൻ. ജനിക്കുന്നവരെല്ലാം പാപം ചെയ്താൽ ജനിച്ചാൽ മരിക്കും. ഇതാ മരണത്തെ ബൈപ്പാസ് ചെയ്ത ഒരു മനുഷ്യൻ, അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച, ജയിച്ച ഒരു ഈനോക്കിന്റെ തലമുറ, ദ ഈനോക്ക് ജനറേഷൻ. ആമേൻ. ആഗോള സഭയിൽ ഈനോക്കിനെ കുറിച്ചും ഈനോക്കിന്റെ തലമുറകളെ കുറിച്ചും ഈനോക്കിന്റെ ആ ജനറേഷനെ കുറിച്ചൊക്കെ പറയുന്ന ഒത്തിരി പതുക്കെ അവിടെ ഇവിടെയും വെളിപ്പാടുകളായി ഡൊമീനിയന്റെ ഹയർ ഡൈമെൻഷൻസിലേക്ക്. മരണത്തെ പോലും ജയിക്കുവാൻ, മരണത്തെ പോലും വെളിവിളിക്കുവാൻ, മരണത്തിന്മേൽ ആധിപത്യം ചെയ്യുവാൻ
Enoch was translated. Enoch ദൈവത്തോട് കൂടെ നടന്ന് എത്ര വർഷം നടന്നു? താൻ ജനിച്ച പ്രായം വെച്ച ആ സമയം തൊട്ട് നടന്നു കാണും. ഹാനോക്കിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? സമർപ്പിക്കപ്പെട്ടവൻ. Enoch means the one who is consecrated. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, dedicated. The one who is dedicated. ദൈവത്തെ അറിയുന്ന ഹാനോക്ക്. Then man who knew his God. വേർതിരിക്കപ്പെട്ട, ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, ലൗകിക തലങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന, വേർപാട് പാലിക്കുന്ന the generation, the godly, holy man Enoch. അങ്ങനെ നടന്ന് എന്താ താൻ ഒരു ദിവസം ദൈവം തന്നെ അങ്ങ് എടുക്കുകയാണ്. ഹാനോക്ക് ദൈവത്തിൽ നിന്ന് ഒരു സാക്ഷ്യം പ്രാപിച്ചു. എന്തായിരുന്നു? ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. ആ കരമൊന്ന് ഉയർത്തി പറയാം. ദൈവത്തെ പ്രസാദിപ്പിച്ചു ഒരു മനുഷ്യൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചു. തന്റെ ജീവിതം കൊണ്ട്, തന്റെ സാഹിത്യം കൊണ്ട്, തന്റെ അനുസരണം കൊണ്ട്, തന്റെ ആഴമായ സുഹൃത്ത് ബന്ധം കൊണ്ട്, തന്റെ സ്നേഹം കൊണ്ട് ദൈവത്തിന് തന്റെ രഹസ്യങ്ങളെയും തന്റെ ഹൃദയത്തെയും ഭൂമിക്ക് വേണ്ടിയുള്ള തന്റെ പദ്ധതികളെയും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പാത്രമായി ഹാനോക്ക് മാറി. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ? ഇന്ന് യേശുവിനൂരിൽ നടക്കുന്ന കാര്യങ്ങളെ, കേരളത്തിൽ, ഭാരതത്തിൽ, രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങളെ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയുമോ? നിങ്ങളൊന്ന് ഏൽപ്പിക്കുവാൻ കഴിയുമോ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് us. എനിക്ക് ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞോ, എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ടോ, വലിയ സമാധാനമുണ്ടോ, ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടോ? നോ 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 നോ. അത് ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ ദൈവത്തെ അറിയും തോറും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ പ്രത്യേകതയാ മക്കളെ. അതുകൊണ്ടാണ് ഒത്തിരി ആൾക്കാർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടാത്തത്. അതിന് കാരണം എന്താ? ഇവിടെ വന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഉയരും, നിങ്ങൾ പറക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ദൈവമാണെങ്കിൽ തന്നെയും നിങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി ശൂന്യമാക്കി, ദൈവത്തിന്റെ അതിർവരമ്പുകളെ വിശാലമാക്കുവാൻ, ദൈവത്തിന്റെ യുദ്ധങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുവാൻ നിങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൂതുകളാ കേൾക്കുന്നത്. അത് സുഖകരമല്ല. പാപത്തെ, സ്തോത്രം, മ്ലേച്ഛതകളെയും നിന്റെ ജീവിതത്തിന്റെ അശ്വത്ഥയെയും ചൂണ്ടിക്കാണിക്കുകയും, നീ ലോകത്തിന്റെ പിന്നിൽ ഓടുമ്പോഴും, നിന്റെ സമയം ലോകത്തിന് വേണ്ടി കൊടുക്കുമ്പോഴും വെള്ളിയുണ്ട് കർശനമായി പ്രസംഗിക്കും, മുഖം നോക്കാതെ ശാസിക്കും. മർദ്ദലിപ്പ് കാണിച്ചാൽ, റിബല്യന്റെ എന്തെങ്കിലും മർദ്ദലിപ്പിന്റെയും എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ അതിനെ കർശനമായി നേരിടും. സൗമ്യനായിരിക്കും നിങ്ങളുടെ ഭാഷ. അങ്ങനെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ ഒരു സിംഹത്തെ പോലെ ഗർജിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനോക്ക് ദൈവത്തോട് കൂടെ. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? കർത്താവേ, എനിക്ക് നിന്നോട് കൂടെ. ഹാനോക്കിനെ പോലെ വേർപെട്ടവനായ, ഡെഡിക്കേറ്റഡ് ആയ, കോൺസെക്രേറ്റഡ് ആയ, ഈ ലോകത്തിന്റെ മലിനതകളൊന്നും എന്നിൽ പറ്റാതെ, what is purity? Being uncontaminated by the world. ലോകത്തിന്റെ ഒരു മാലിന്യവും പറ്റാതെ, I'm a pure, uncontaminated by the worldly system. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതൊന്നും വിവരിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയതും ആ കാലങ്ങളിൽ പറയപ്പെടുന്ന ഹാനോക്ക് എഴുതിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അത് ദൈവ വിശ്വാസയോഗ്യമായതുകൊണ്ടായിരിക്കാം. യൂദ അപ്പോസ്തലൻ ആ വാക്കുകൾ എടുത്ത് ഈനോക്ക് പ്രവചിച്ച, ഈനോക്കിനെ പ്രവാചകനായ ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ ദൈവത്തോട് കൂടെ നടക്കുന്നവരൊക്കെ ആരായിത്തീരും? ദൈവത്തോട് കൂടെ, ഇതുപോലെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് കൂടെ നടക്കുന്നവർ ആരായിത്തീരും? അവർ ദൈവത്തിന്റെ വായായി വരുവാനുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നവരായി അവർ തീരുവാൻ ഇടയായിത്തീരും. They become the mouthpiece of God, the prophets of God. Enoch also. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. താൻ പ്രവചിക്കുകയാണ്, ഒരു ദിവസം വരും ദൈവം തന്റെ ദൂതന്മാരൊത്ത് പാപത്തിൽ ജീവിക്കുന്നവരെ ന്യായം വിധിക്കുവാൻ, to execute judgment upon all and to convince all that are ungodly among them of all their ungodly deeds which they have ungodly committed, and of all their hard speeches which ungodly sinners have spoken against him. Hallelujah. ഈനോക്ക് ആരായിരുന്നു? ഒരു പ്രവാചകനായിരുന്നു. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച്, അന്ത്യകാലങ്ങളിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് സ്തോത്രം മേഘാരൂഢനായി വരുമ്പോൾ, വെള്ളക്കുതിരയിൽ വരുമ്പോൾ കർത്താവിനോട് കൂടെ വരുന്ന വെളിപ്പാട് പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ആ വെളിപ്പാടാണ് ഈനോക്ക് വിളിച്ചു പറയുന്നത്. അർമ്മഗദോൻ യുദ്ധത്തിൽ യേശു ഹല്ലേലൂയ ദൂതന്മാരോട് കൂടെ, വിശുദ്ധന്മാരോട് കൂടെ ന്യായം വിധിക്കുവാൻ വരുന്ന ആ വെളിപ്പാടാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഹാനോക്ക് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. മെത്തുസല 65-ാമത്തെ വയസ്സിലാണ് മെത്തുസല ഉണ്ടാകുന്നത്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം നടന്നു പോകുമ്പോൾ ദൈവം പറയുക, ഹാനോക്കേ, ഭൂമിയിൽ പാപം പെരുകുന്നു, ഞാനൊരു ജലപ്രളയം കൊണ്ടുവന്ന് ഞാൻ ഭൂമിയെ നശിപ്പിക്കും. എനിക്ക് പറ്റത്തില്ല ഹാനോക്കേ, എനിക്ക് പറ്റത്തില്ല. ജനം പാപത്തിൽ, മർദ്ദലിപ്പിൽ, അന്ധകാരത്തിൽ എന്റെ കൽപ്പനകളെ, എന്റെ പ്രമാണങ്ങളെ അവർ നിരാകരിക്കുന്നു. അവർ സത്യദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ ദൈവമായി പറയുന്നു. എന്റെ ഹൃദയം വേദനിക്കുന്നു, പൊട്ടുന്നു. ഹാനോക്ക്, മനുഷ്യനെ സൃഷ്ടിച്ചതല്ലേ, അതിൽ നിന്ന് ഞാനൊരു ഞാൻ ശേഷിപ്പിക്കും. എന്റെ കണ്ണുകളിൽ പ്രസാദമായ എനിക്ക് ഒരു മനുഷ്യനെ കിട്ടിയാൽ മതി ഹാനോക്ക്, ഒരു മനുഷ്യനെ കിട്ടിയാൽ മതി, ഒരു കുടുംബത്തെ കിട്ടിയാൽ മതി. അപ്പോ ഹാനോക്ക് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യാം? എന്റെ തലമുറയിൽ ഞാൻ വിളിച്ചു പറയാം, മാനസാന്തരപ്പെടുക, 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 ജലപ്രളയം വരുന്നു. എബ്രഹാം പിതാവ് പ്രാർത്ഥിച്ചതുപോലെ, ജലപ്രളയം വരാതെ അങ്ങ് അതിനെ ഒന്ന് തടയണമേ. പറയുക, ദൈവം പറയാ, നിനക്കൊരു കുഞ്ഞുണ്ടാകും, അവൻ ഭൂമിയിൽ ഉള്ളിടത്തോളം
ഞാൻ ജലപ്രളയം കൊണ്ടുവരികയില്ല. അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ ഞാൻ ജലപ്രളയം കൊണ്ടുവരികയില്ല. ഞാൻ എന്റെ ന്യായവിധി ഒന്ന് പിടിച്ചു വെക്കും. I will withhold my judgment. അത് ദൈവത്തിന്റെ അനുകമ്പയെ കാണിക്കുന്നു, ദൈവത്തിന്റെ ദീർഘക്ഷമയെ കാണിക്കുന്നു, ദൈവത്തിന്റെ മനുഷ്യരോടുള്ള സ്നേഹത്തെ, ഉടമ്പടി ബന്ധത്തെ കാണിക്കുന്നു. That shows the heart and love of God. 969 മെഥുസല ജീവിച്ച കാലമൊക്കെയും ഭൂമിയിൽ ജലപ്രളയം വന്നില്ല. മെഥുസലേക്കിന്റെ കൊച്ചുമകനാണ് നോഹ. അപ്പച്ചൻ ഇതെല്ലാം പറയുന്നു, മെഥുസലയെ കുറിച്ച് പറയുന്നു. ഒത്തിരി മക്കളുണ്ടായിരുന്നെങ്കിലും ഒരു കൊച്ചുമകൻ, വലിയപ്പച്ചൻ പറഞ്ഞത്, തന്റെ അപ്പൻ മെഥുസല പറഞ്ഞതുപോലെ, മക്കളെ ഞാൻ മരിക്കുമ്പോൾ ഒരു ന്യായവിധി വരും. മെഥുസല ഒരു കുന്തം എറിയുന്നത് പോലെ അത് വന്ന് വീണാൽ ഒരു ന്യായവിധി നടന്നു. 969 വയസ്സ് പ്രായമായപ്പോൾ മെഥുസല മരിച്ചു. ആ ആണ്ടിൽ സ്തോത്രം, ദൈവം ഭൂമിയെ ജലപ്രളയം കൊണ്ട്, ന്യായവിധി കൊണ്ട് സന്ദർശിച്ചു. അപ്പോഴത്തേക്ക് ആ കുടുംബത്തിൽ നിന്ന്, ആ തലമുറയിൽ നിന്ന് ഒരു നോഹ എഴുന്നേറ്റു. ഒന്ന് ഓർക്കാമോ, 120 വർഷം അപ്പച്ചൻ പറഞ്ഞതുപോലെ മെഥുസലയെ പറഞ്ഞു കാണും. നോഹ പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 365 വർഷം, 300 വർഷങ്ങൾ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ പിടിച്ചെടുത്തു, ദൈവത്തിന്റെ രഹസ്യങ്ങളെ പിടിച്ചെടുത്തു, ദൈവത്തിന്റെ ശബ്ദത്തെയും ദൈവത്തിന്റെ ആലോചനകളെയും ദൈവം പിടിച്ചെടുത്തു. വരുവാനുള്ള ദൈവത്തിന്റെ ന്യായവിധികളെ കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ചും ഭൂമിയെ ദൈവം സന്ദർശിക്കുന്ന ദൈവത്തിന്റെ പ്രവചന വെളിപ്പാടുകളെ ഹാനോക്ക് ദൈവത്തോട് കൂടെ. How many of you want to walk with God? നമുക്ക് വീണ്ടും നമ്മുടെ മുട്ടുകളിലേക്ക് ഒന്ന് വരാം, നമുക്കൊന്ന് സമർപ്പിക്കാം. ഹാനോക്ക് സമർപ്പിച്ചതുപോലെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അവൻ ഒത്തിരി സമയം ദൈവത്തോട് കൂടെ ചെലവിട്ടു എന്ന് അർത്ഥം. ഹാനോക്കെ, നീ എന്തിനാ ദൈവത്തോട് കൂടെ നടന്നത്? നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനോ? നിനക്ക് നല്ല പൊസിഷൻ കിട്ടാനോ? 4 പേര് നിന്നെ അറിയാനാണോ ഹാനോക്കെ നീ ദൈവത്തോട് കൂടെ നടന്നത്? അല്ല 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 അല്ല. എനിക്ക് ദൈവത്തെ ഇഷ്ടം, ഈ ദൈവത്തെ എനിക്ക് അറിയണം. I want God. ഈ നല്ലവനായ ദൈവത്തെ എനിക്ക് അറിയണം, സ്നേഹിക്കണം. ഈ നല്ലവനായ ദൈവത്തോടു കൂടെ എനിക്ക് നടക്കണം. ഇനിയും അങ്ങേ കാണണം, ഇനിയും അങ്ങേ കേൾക്കണം, ഇനിയും അങ്ങേ അറിയണം. പ്രിയനേ യേശുവേ, ഉലകിൽ വേറൊന്നും വേണ്ടായേ, ഉയിരേ വേറാരുമില്ലായേ, ഉലകിൽ വേറൊന്നും വേണ്ടായേ, ഉയിരേ വേറാരുമില്ലായേ, ഉയിരേ അല്ലാതെ ഉയിരിൽ വേറാരുമില്ലായേ, ഉയിരേ യേശു അല്ലാതെ ഉയിരിൽ വേറാരുമില്ലായേ. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹാനോക്ക് തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചതുപോലെ, സമർപ്പിച്ചതുപോലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ, രഹസ്യങ്ങളുടെ കലവറകളായി ദൈവത്തിന്റെ പ്രവാചക ശബ്ദമായി തീർന്നുപോലെ, ദൈവത്തിന്റെ സ്വർഗീയ വെളിപ്പാടുകളെ പ്രാപിച്ച് ഭൂമിയിൽ അതിനെ നിവർത്തിച്ചവനായി, ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നടന്നവനായി, ദൈവത്തെ അറിയുന്ന ജനം അവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Yes Lord, we want to come back Lord. മനസ്സാന്തരപ്പെട്ട്, മനസ്താപത്തോട്, ഹൃദയത്തിന്റെ ഞുറുക്കലോട്, മനസ്സാന്തരത്തോട് കർത്താവേ ഞങ്ങൾ അങ്ങനെ അടുക്കലേക്ക് വരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് മതി. അങ്ങാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലം, അങ്ങാണ് ഞങ്ങളുടെ അതിമഹത്തായ സമ്പത്തും പ്രതിഫലവും. You are our exceedingly abundant reward. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ ആഴമായി ഈ സുഹൃത്ത് ബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ, in this great union life with you God, with you Jesus, with you precious Holy Spirit, to be a friend of God, to be a friend of Jesus, to be a friend of the Holy Spirit. ഈ ഞങ്ങൾ ലോകത്തിന്റെ പുറകിൽ പോകുകയില്ല. ശേഷിക്കുന്ന ജീവിതമൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ അതിർവരമ്പുകളെ വിശാലമാക്കുവാൻ, ദൈവത്തിന്റെ കയ്യിൽ അനുയോജ്യമായ ദൈവത്തിന്റെ മാനപാത്രങ്ങളായി, to be those vessels of honor, ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. Purge us, oh God, we pray. Purge us and purify your people. അങ്ങയുടെ ജനത്തെ ശുദ്ധീകരിക്കണമേ, ആഴമായി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. Refine us, God. Refine us, God. Refine us. Purify and purge your people. Purge our youth. Purge our young ones. Purge. എല്ലാ ശുദ്ധിയും, ആത്മാവിനെയും
ജനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ കൺവെൻഷൻ നീക്കി വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ, every filth, every defilement of the spirit and of our body, let that be purged and purified. We want to walk with you. We want to know you. അങ്ങയുടെ കൂടെ നടക്കുവാൻ, അങ്ങേ അറിയുവാൻ. We want to yada you. We want to halak with you. We want to ginasko. ഉപരിതലത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടപ്പാ. ഈ ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. We want to be those men and women who know you, who walk with you, who talk with you, who commune with you, who live a high standard of life. ഉന്നത ജീവിത നിലവാരം പുലർത്തുന്ന ഒരു ദൈവസഭയായി, ഒരു ദൈവ മക്കളുടെ ഒരു കൂട്ടമായി. We want to grow into maturity as the hero of sons. ദൈവത്തിന്റെ പക്വത പ്രാപിച്ച പുത്രന്മാരുമായി ഞങ്ങൾക്ക് ജീവിക്കണം. അങ്ങനെയുള്ള ഒരു സഭ, അങ്ങനെയുള്ള ഒരു കൂട്ടം, അങ്ങനെയുള്ള തലമുറ, അങ്ങനെയുള്ള മക്കൾ, കൊച്ചുമക്കൾ വളർന്നു വരട്ടെ. ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി അപ്പാ. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ.